കോ- കോഴിക്കോട് 17-കാരിയുടെ നേർക്ക് 17-കാരിയുടെ നേർക്ക് നഗ്നത പ്രദർശനം പുരുഷൻ്റെ പേരിൽ പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ പോക്സോ കേസ് പ്രതികൾക്ക് തക്ക ശിക്ഷ കൊടുത്ത് നഷ്ടപരിഹാരം വാങ്ങണം. ഈ പ്രായമായ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് 2 വയസ്സായ കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുന്നു. ഇതൊക്കെ സ്വന്തം സഹോദരിയുടെ മക്കളെയൊക്കെയാണ് ഇങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ ഇവന്മാരിങ്ങനെയെല്ലാം കാണിക്കൂ? ഇവന്മാർ ബോധമില്ലാതെ മദ്യലഹരിയിലും മയക്കുമരുന്ന് മാഫിയകളൊക്കെ കാണുമ്പോൾ ഈ പെൺപിള്ളേരെ കാണുമ്പോൾ ഇവന്മാർക്ക് വല്ലതൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വരുന്നത്. അപ്പോൾ ഇവന്മാർക്ക് തക്ക ശിക്ഷ, കർശനമായ ശിക്ഷ കൊടുക്കണം. അതുപോലെ തന്നെ KSEB ജീവനക്കാരി ലൈംഗിക അതിക്രമം കോഴിക്കോട്, ഇതെല്ലാം കൂടുന്നതേ ഉള്ളൂ, ഒന്നും കുറയുന്നില്ല. ഇപ്പോൾ തന്നെ ഈ മയക്കുമരുന്ന് തന്നെ സംസ്ഥാനത്ത് മയക്കുമരുന്ന് 12 കോടി പിടിച്ചെടുത്ത്. എങ്കിലും ചില ഉദ്യോഗസ്ഥ സ്ഥാപനങ്ങളിലെല്ലാം രഹസ്യ കച്ചവടം നടത്തുക തന്നെയാണ്. എക്സൈസ് 1495 കേസ് എടുത്ത്. ടോട്ടല് 12760 കേസ് നമ്മളെ എക്സൈസിൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഇതാണ്ട് ഈ മലമ്പുഴ കണ്ടില്ലേ, പൂന്തോട്ടത്തിൽ സർക്കാർ ലക്ഷങ്ങൾ മുടക്കി ടോയ്ലറ്റ് നിർമ്മിച്ച് അത് പ്രവർത്തനരഹിതമായി കിടക്കുന്നു. ഇതൊക്കെ ഉഷാറായിട്ട് ഉണർന്നിരുന്ന് ഇതിനെല്ലാം ഒരു നടപടി എടുക്കണം. ഈ ലക്ഷങ്ങൾ ചിലവ് മുടക്കിയതല്ലേ. ഒന്നാമത് സർക്കാർ പ്രതിസന്ധിയിലാണ്. ഇതെല്ലാം പാഴായി പോകുന്ന കാശുകളാണ്. മാലിന്യം വലിച്ചെറിയണ ദൃശ്യം പകർത്തി അയക്കുന്നവർക്ക് ഇപ്പം സർക്കാർ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. മാലിന്യം വലിച്ചെറിയുന്ന ദൃശ്യം പകർത്തുന്നവർക്ക് 2500 രൂപ പാരിതോഷികം കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. മാലിന്യ വിമുക്ത കേരള ആക്കി തീർക്കാൻ അത് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ വരെ സർക്കാർ അയച്ചിട്ടുണ്ട്. 9446700800 ഈ നമ്പറിൽ വാട്സാപ്പ് ദൃശ്യം അയച്ചു കൊടുക്കണം. ആരാണ് മാലിന്യം വലിച്ചെറിയണത് അവരുടെ ദൃശ്യം അയച്ചു കൊടുത്താൽ ഈ 2500 രൂപ കിട്ടും. ഈ എടുക്കുന്ന ആളിന് നല്ല പിഴയും ശിക്ഷ കിട്ടും. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമ്മളെ കേരളം മാലിന്യ വിമുക്ത കേരളം ആക്കി എടുക്കണം. നമുക്ക് മയക്കുമരുന്ന് മാഫിയ ഉന്മൂലനം ചെയ്യണ കേരള സംസ്ഥാനം ആവണം. അത് പോക്സോ കേസ്, ലൈംഗിക അതിക്രമം ഇതെല്ലാം തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പേരും പെരുമയുള്ള ഒരു കേരള സംസ്ഥാനമായി തീരാൻ വേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് ഇറങ്ങാം.